വീണ് പിന്നെ അത് മണ്ണിൽ അലിഞ്ഞ് ഇല്ലാതാവുന്ന കണ്ടിട്ടില്ലേ? ഡിസോർഡർ ആണ്. നമ്മൾ തന്നെ ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ? എന്റെ ഒപ്പനേക്കാളും പ്രായമുണ്ട് മമ്മൂട്ടിക്ക്. എന്റെ ഒപ്പനേക്കാൾ 2 വയസ്സ് പ്രായം കൂടുതലാണ് മമ്മൂട്ടിക്ക്. എന്റെ ഒപ്പന കണ്ട മമ്മൂട്ടിന്റെ വല്യുപ്പ എന്ന് വിചാരിക്കും. കാരണം മമ്മൂട്ടിയുടെ ജന്മനാ കിട്ടിയ സിദ്ധിയൊന്നും അല്ലത്. അദ്ദേഹത്തിന് എന്തുണ്ട്? അദ്ദേഹം ഇന്റൻഷനലി കെയർ ചെയ്യുന്നുണ്ട്. ആണോ അല്ലേ? ആണ്. ഇന്റൻഷനലി കെയർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ലോ ഓഫ് ഡിസോർഡർ സംഭവിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇവിടെ നമ്മൾ ഇന്റൻഷനലി നമ്മൾ എന്ത് ചെയ്യുന്നു? പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യണം? കൊടുക്കണം. ബൈ ഹിയറിംഗ്, ബൈ സീയിങ്, ബൈ ഫീലിംഗ്, ബൈ തിങ്കിങ്, ബൈ സ്മെല്ലിംഗ്. ഏത് വഴി നമുക്ക് എന്ത് ചെയ്യാം? പർപ്പസ്ഫുള്ളി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നെഗറ്റീവ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. നമ്മളൊന്നും ചെയ്യണ്ട അല്ലേ? അപ്പോ പർപ്പസ്ഫുള്ളി നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വഴി കോൺഷ്യസ് മൈൻഡ് വഴി എന്ത് ചെയ്യണം? സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കണം. ക്ലിയർ ആയോ? ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പൊ അവിടെ എന്ത് ചെയ്യും? റെക്കോർഡ് ആവും. ഒരു കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ റെക്കോർഡ് ചെയ്താൽ ഉറപ്പായിട്ടും സംഭവിക്കും. സബ് കോൺഷ്യസ് മൈൻഡിന്റെ നിയമം അതാണ്. എന്താണ്? സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു കാര്യം റെക്കോർഡ് ചെയ്താൽ അത് ഉറപ്പായിട്ടും സംഭവിക്കും.